നമസ്കാരം. ശ്രീമദ് ഭാഗവതം മൂലം പ്രഭാഷണം ഭാഗം 445 445. ഓം ഗം ഗണപതയേ നമഃ. ഓം സം സരസ്വതേ സ്വാഹ. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഓം ശ്രീ രംഗനാഥ ശർമ്മണേ നമഃ. നാരായണ 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 നാരായണ. ഓം ശ്രീകൃഷ്ണാർപ്പണമസ്തു. ഓം ശ്രീകൃഷ്ണായ പരബ്രഹ്മണേ നമഃ. ഓം ശ്രീകൃഷ്ണായ പരമാത്മനേ നമഃ. ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ ഹരേ. ഓം ശ്രീ രുക്മിണി സത്യഭാമ സമേത ശ്രീ ഗോപാലകൃഷ്ണ സ്വാമിനേ നമ. ശ്രീമദ് ഭാഗവതം ചതുർത്ഥ സ്കന്ധത്തിൽ 31 അധ്യായത്തിൽ 7-ാമത്തെ ശ്ലോകമാണ് പറയേണ്ടത്. ശ്ലോകം ഇങ്ങനെയാണ്: തന്ന പ്രദ്യോതയാധ്യാത്മജ്ഞാനം തത്വാർത്ഥദർശനം യേനാഞ്ജസാ തരിഷ്യാമോ ദുസ്തരം ഭവസാഗരം. ഭവസാഗരം തരണം ചെയ്യാൻ ദുസ്തരാണ്, ഈശ്വരാനുഗ്രഹം ഇല്ലെങ്കിൽ. ഉണ്ടെങ്കിലോ എളുപ്പമാണ്. പരമാർത്ഥത്തെ കാട്ടിത്തരുന്നതായ ആ ആത്മജ്ഞാനത്തെ ഞങ്ങൾക്ക് പ്രകാശിപ്പിക്കണം. യാതൊന്നിനാൽ കടക്കുവാൻ പ്രയാസം ഏറിയ സംസാര സമുദ്രത്തെ പ്രയാസം കൂടാതെ ഞങ്ങൾ കടക്കും. ഗ്യാരണ്ടീഡാ. അപ്പോൾ അതിൻ്റെ ഭാവാർത്ഥം എങ്ങനെ വരാം? സത്യത്തെ ദർശിപ്പിക്കുന്നതായ ആത്മബോധത്തെ ഞങ്ങൾക്ക് ഏറ്റവും പ്രകാശിപ്പിക്കുവാനായി നിന്തിരുവടി പ്രസാദിക്കണം. നിന്തിരുവടി എവിടെ പ്രസാദിക്കണം? എവിടുന്ന് പ്രസാദിക്കണം? അവരവരുടെ ഹൃദയഗഹുരത്തിൽ നിന്ന് പ്രസാദിക്കണം. അതിക്രമിക്കുവാൻ അധികം പ്രയാസമുള്ള സംസാര സമുദ്രത്തെ ആ ജ്ഞാനത്താൽ പ്രയാസം ലേശവും കൂടാതെ തന്നെ ഞങ്ങൾ കടന്നുകൊള്ളാം എന്നാണ് പറഞ്ഞത്. മൈത്രേയ ഉവാച. ശ്ലോകം 8. ഇതി പ്രചേതസാം പൃഷ്ടോ ഭഗവാൻ നാരദോ മുനി ഭഗവത് ഉത്തമ ശ്ലോക ആവിഷ്ട ആത്മപ്രവീൻ നൃപാൻ. അതായത് ഈ രാജാവിന് ആത്മോപദേശം കൊടുക്കാൻ വേണ്ടി നാരദർ അവിടെ സന്നിഹിതരായി എന്നാണ് അതിനർത്ഥം. അതായത് പ്രചേതസ്സുകളാൽ ഇപ്രകാരം ചോദിക്കപ്പെട്ട ജ്ഞാനസ്വരൂപനായ നാരദമുനി അജ്ഞാനത്തെ നശിപ്പിക്കുന്ന യശസ്സോടുകൂടിയ ഭഗവാനിൽ ആവേശിച്ച മനസ്സോടുകൂടിയവനായിട്ട് രാജാക്കന്മാരോട് പറഞ്ഞു. നാരദർക്കും എവിടുന്നാണ് കിട്ടുന്നത്? ഭഗവാനിൽ നിന്ന്. ഈ റിലേ സിസ്റ്റമാണ്. ഡാമിൽ വെള്ളം കെട്ടി നിർത്തി വെള്ളം ഫോഴ്സാക്കി ഒഴുക്കി ചക്രം തിരിപ്പിച്ച് ഡൈനാമോ വെച്ചിട്ട് കറണ്ട് ഉണ്ടാക്കണോ? അത് 11 kV ലൈന് കൂടെ ഒക്കെ വരുന്നുണ്ട്. എന്നിട്ട് അതിനെ ഓരോ സബ്സ്റ്റേഷൻ വെച്ചിട്ട് ട്രാൻസ്ഫോർമർ വെച്ചിട്ട് ലഘൂകരിച്ചിട്ടാണ് നമുക്ക് തരുന്നത്, അല്ലേ? അതേപോലെയാണ് ഇപ്പോൾ തരുന്നത്. അപ്പോൾ ഭഗവാനായ നാരദമുനിയോട് പ്രചേതസ്സുകൾ ഇപ്രകാരം ചോദിച്ചപ്പോൾ സ്മരിക്കുന്നവരുടെ അജ്ഞാനത്തെ ദൂരീകരിക്കുന്ന മഹിമയോടുകൂടിയ ശ്രീ ഭഗവാൻ സ്മരിക്കുക. ഓരോ നിമിഷത്തിലും ഈശ്വരനെ ആര് ഹൃദയത്തിൽ സ്മരിക്കണോ അവരവരുടെ കാര്യം നടക്കുള്ളൂ. അല്ലാത്തവരുടെ കാര്യം നടക്കില്ല. അവർ ദീപസ്തംഭം ഉണ്ടാക്കിയാലും ശരി, ദീപസ്തംഭം നിറച്ചാലും ശരി. അപ്പോൾ മനസ്സാ സ്മരിച്ചുകൊണ്ട് ശ്രീ നാരദമുനി രാജാക്കന്മാരായ പ്രചേതസ്സുകളോട് പറഞ്ഞു എന്നാണ് പറഞ്ഞത്. നാരദാവാച. അടുത്ത ശ്ലോകം: തജ്ജന്മതാനി കർമാണി തദായുസ്തന്മനോവച നൃണാം യേനേഹ വിശ്വാത്മാ സേവ്യതേ ഹരിരീശ്വരാം. എന്താണ് അതിൻ്റെ വാക്കാർത്ഥം എന്ന് നോക്കുകയാണെങ്കിൽ, എല്ലാറ്റിനും ശക്തനും ആര്? ഈശ്വരൻ. അപ്പം നമ്മൾ രാഷ്ട്രീയത്തിൽ കളിക്കുകയാണ് വിചാരിക്കുക. രാഷ്ട്രീയത്തിൽ എത്ര ഉന്നതനാണെങ്കിലും ഈശ്വരൻ്റെ അത്ര വരില്ലല്ലോ. അതല്ല നമ്മൾ ആലോചിക്കേണ്ടത്. അപ്പോൾ എല്ലാറ്റിനും ശക്തനും എല്ലാമായിരിക്കുന്നവനുമായ ശ്രീ വിഷ്ണു യാതൊന്നിനാൽ സേവിക്കപ്പെടുന്നുവോ മനുഷ്യരുടെ ആ ജന്മം, ആ കർമ്മങ്ങൾ, ആ ആയുസ്,
ആ മനസ്സ്, ആ വാക്ക് ഫലവത്താവുന്നു. ഭഗവാന്റെ കയ്യൊപ്പുണ്ടായാൽ എല്ലാം ഉത്തമമായി. അതിൻ്റെ ഭാവാർത്ഥം എങ്ങനെയാണ്? ഇത് മുതൽ 14 ശ്ലോകം ശ്രീ നാരദവാക്യം. ഈ ലോകത്തിൽ കാണപ്പെടുന്ന സർവവും യാതൊരുവൻ്റെ സ്വരൂപമായിരിക്കുന്നുവോ, സർവശക്തനായ ആ ശ്രീഹരിയെ ഏതൊരു മനുഷ്യൻ സേവിക്കുന്നുവോ അവൻ്റെ ജന്മവും കർമ്മങ്ങളും ആയുഷ്കാലവും മനസ്സും വചനവും സഫലമാകുന്നു. ആയുഷ്കാലം പിന്നെ നേരെ മോക്ഷമാണ്. അപ്പോൾ അല്ലാത്ത മനുഷ്യർക്ക് മറ്റു ജീവികൾക്കും വ്യത്യാസമില്ലാത്തത് കൊണ്ട് സിദ്ധിച്ച മനുഷ്യജന്മം നിഷ്ഫലം തന്നെ എന്ന് അഭിപ്രായം. അതായത് 682 അത് വളരെ 682 നിഷ്ഫലം, അതാണ് ശ്രദ്ധിക്കേണ്ടത്. ഫലവത്താവണോ? ഈശ്വരകാരുണ്യം വേണം. മനസ്സിലായില്ലേ? അടുത്തത് 10ാമത്തെ ശ്ലോകം. കിം ജന്മഭിസ്ത്രിഭിർവേഹ ശൗക്ലസാവിത്രയാത്മികേ കർമ്മഭിർവാത്രൈ പ്രോക്തേ പുംസോ അഭിവിഭുതായുഷാം. ലോകത്തിൽ സാവിത്രം യാജ്ഞികം എന്ന് പറയപ്പെടുന്ന 3 വിധം ജന്മങ്ങൾ കൊണ്ടാവട്ടെ, സൗക്ലം സാവിത്രം യാജ്ഞികം എന്നുണ്ട്, 3 ഉണ്ട്. 1 2 3. അപ്പോൾ കൊണ്ടാവട്ടെ, വേദത്തിൽ പറഞ്ഞിരിക്കുന്ന കർമ്മങ്ങൾ കൊണ്ടാവട്ടെ, ദേവന്മാരെ പോലെ ദീർഘായുസ്സുള്ളവർ ആയുസ്സുകൊണ്ടും പുരുഷന് എന്തു ബലം? ബുദ്ധിയില്ല, ആയുസ്സുണ്ടായിട്ട് എന്താ കാര്യം? അപ്പോൾ അതിൻ്റെ ഭാവാർത്ഥം പറയണോ? ഉത്കൃഷ്ട കുലത്തിൽ ജനിച്ചും ഉത്കൃഷ്ട കർമ്മങ്ങളെ ആചരിച്ചും ഇരിക്കുന്ന മാതാപിതാക്കന്മാരുടെ പുത്രനായി ജനിക്കുന്നതാണ് ശുദ്ധമായ ജന്മം. ഗായത്രി മന്ത്രം ഉപദേശിക്കുന്നത് കൊണ്ട് സിദ്ധിക്കുന്ന സംസ്കാരത്തെ സാവിത്രം എന്നു പേരായ 2ാമത്തെ ജന്മമെന്നു പറയും. യാഗാദി കർമ്മങ്ങൾ കൊണ്ടുള്ള മാഹാത്മ്യത്തെ യാജ്ഞികം എന്ന് പറയുന്നു. 3ാമത്തെ ജന്മമായിട്ട് നിരൂപിക്കാം. ഈ 3 വിധം. അപ്പം ആദ്യം എന്താ പറഞ്ഞത്? ഉത്കൃഷ്ട കുലത്തിൽ ജനിച്ച് ഉത്കൃഷ്ട കർമ്മങ്ങളെ ആചരിച്ച് മാതാപിതാക്കന്മാരുടെ പുത്രനായി ജനിക്കുന്നതാണ് ശുദ്ധമായ ജന്മം. അത് കഴിഞ്ഞിട്ടാണ് ഗായത്രി മന്ത്രം ഉപദേശിക്കുന്നത് കൊണ്ട് സിദ്ധിക്കുന്ന സംസ്കാരത്തെ സാവിത്രം എന്ന് പറഞ്ഞു. പിന്നെ 3ാമത്തെ യാജ്ഞികം എന്ന് പറഞ്ഞു. അപ്പോൾ ഈ 3 വിധ ജന്മം സിദ്ധിച്ചാലും ഹരിസേവയില്ലെന്നു വന്നാൽ, ഗോട്ട് ഹെൽത്ത് എന്നാ പറയാം, ആ ജന്മം കൊണ്ട് ഫലമില്ല. വേദത്തിൽ വിധിച്ചിരിക്കുന്ന കർമ്മങ്ങളെ അനുഷ്ഠിക്കുന്നത് കൊണ്ടും ദേവന്മാരെ പോലെ ബഹുകാലം ജീവിച്ചിരുന്നത് കൊണ്ടും ഹരിഭജനമില്ലാത്ത പുരുഷന് ഫലമില്ല. പോയിന്റ് ബ്ലാങ്കാണ്. ഇനി 11ാമത്തെ ശ്ലോകം. ശ്രുതേന തപസാ വാക്യം വാചോഭിശ്ചിത്തവൃത്തിഭിः ബുദ്ധ്യാ വാക്യം നിപുണായ ബാലേനേന്ദ്രിയരാധസാം. അതായത് ശ്രവണം കൊണ്ടും വ്രതാനുഷ്ഠാനം കൊണ്ടും വാക്കുകൾ കൊണ്ടും ചിത്തസങ്കല്പങ്ങൾ കൊണ്ടും സാമർഥ്യമേറിയ വിചാരശക്തി കൊണ്ടും ശക്തിയേറിയ ഇന്ദ്രിയ സാമർഥ്യം കൊണ്ടും എന്തു ഫലം? ഈശ്വരാനുഗ്രഹം ഇല്ലെങ്കിൽ. വേദാന്ത വാക്യാർത്ഥങ്ങളെ ഗുരുമുഖത്തിൽ നിന്ന് കേൾക്കുക, വ്രതാദികളെ നിയമേന അനുഷ്ഠിക്കുക, ശാസ്ത്രാദികളെ വ്യാഖ്യാനിക്കുക, നാനാർത്ഥങ്ങളെ ചിത്തത്താൽ സങ്കല്പിക്കുക, ശാസ്ത്ര അവധാരണത്തിൽ സമർത്ഥയായ ബുദ്ധി ഉണ്ടായിക്കൊണ്ടിരിക്കുക, ഇന്ദ്രിയങ്ങൾക്ക് വസ്തുക്കളെ തിരിച്ചറിയുവാനുള്ള ശക്തി വേണ്ടതുപോലെ ഉണ്ടായിരിക്കുക എന്നിവ കൊണ്ട് ഹരിഭക്തി വിഹീനന് ഫലം എന്തിരിക്കുന്നു? ഒരു ഫലമില്ല എന്നാണ് പറഞ്ഞത്. 12ാമത്തെ ശ്ലോകം. കിം വാ യോഗേന സാംഖ്യേന ന്യാസസ്വാധ്യായയോരവി കിം വാ ശ്രേയോഭിരന്യേശ്ച നയത്രാത്മപ്രദോ ഹരി. യോഗം കൊണ്ടും സാംഖ്യം കൊണ്ടും സന്യാസം, വേദാധ്യയനം എന്നിവ കൊണ്ടും അന്യങ്ങളായ ശ്രേയസ്സുകൾ കൊണ്ടും
എന്തു ബലം? ഏതൊന്നിൽ ആത്മദാനം ചെയ്യുന്ന ഹരിയില്ലെങ്കിൽ ആത്മാവിനെ ദാനം ചെയ്യുന്ന ഹരി അത് മറ്റുള്ളവരുടെ ഇല്ല. അതുകൊണ്ടാണ് പറയാൻ കാരണം. അപ്പോൾ പ്രാണായാമാദി സഹിതമായ യോഗം, ആത്മാവിനെ പ്രകൃതിയിൽ നിന്ന് വേർതിരിച്ചറിയുന്നതായ സാഖ്യം, സർവസംഗ പരിത്യാഗരൂപമായ സന്യാസം, വേദാധ്യയനം എന്നിവ കൊണ്ടും ശ്രേയസ്സിനെ സാധിപ്പിക്കുന്ന അന്യങ്ങളായ അനുഷ്ഠാനങ്ങൾ കൊണ്ടും ആത്മസ്വരൂപത്തെ ദാനം ചെയ്യുന്ന ശ്രീഹരിയെ സേവിക്കുന്നില്ലെങ്കിൽ എന്ത് ഫലമാണ് ഉള്ളത് എന്നാ ചോദിച്ചത്. ഇനി 13, ശ്രേയസാം അഭി സർവേഷാം ആത്മാഹ്യവ്യധീരഥർത്ഥത സർവേഷാം അഭിഭൂതാനാം ഹരിരാത്മാ ആത്മനപ്രിയ. സകല ശ്രേയസ്സുകളുടെയും പരമകാഷ്ഠ വിചാരിച്ചു നോക്കുമ്പോൾ ആത്മാവാണല്ലോ. സകല ഭൂതങ്ങളുടെയും ആത്മാവും ആത്മാവിൻ്റെ പ്രിയനും ആരാണ്? ഹരിയാണ്. ആ ഹരിനെ അറിയാണ്ട് പോയാൽ എന്ത് ചെയ്യാൻ പറ്റും? ആ ഹരിയാണ് നമ്മുടെ ആത്മാവ് എന്ന് അറിയാണ്ട് പോയാൽ എന്താ ചെയ്യുക? എല്ലാ ശ്രേയസാധനങ്ങളെയും അനുഷ്ഠിക്കുന്നതിൻ്റെ പ്രധാനമായ ഉദ്ദേശം ആത്മാനന്ദമുണ്ടാകണം എന്ന ഒന്ന് മാത്രമാകയാൽ ആ ഒന്നിൻ്റെ ലാഭത്തിന് ഉപകരിക്കാത്ത പ്രവൃത്തികൾ നിഷ്ഫലം തന്നെ. ആത്മാവിൻ്റെ ഗുണം മനസ്സിലാക്കിയില്ലെങ്കിൽ പിന്നെ എന്തുണ്ടായിട്ടും കാര്യമില്ല. സകല ഭൂതങ്ങളിലും പ്രിയസ്വരൂപത്തിൽ പ്രകാശിക്കുന്ന ആത്മാവാകട്ടെ ശ്രീഹരിയാകുന്നു. അതാണ് നമ്മൾ പഠിക്കേണ്ടത്. അതായത് സകല ഭൂതങ്ങളിലും പ്രിയസ്വരൂപത്തിൽ പ്രകാശിക്കുന്ന ആത്മാവ് ഹരിയാകുന്നു. അതുകൊണ്ട് ആത്മാവായ ശ്രീഹരിയെ പ്രസാദിപ്പിക്കുവാൻ മതിയാകാത്തത് സകലവും നിഷ്ഫലം തന്നെ എന്ന അനുഭവവും ആത്മനസ്തു കാമായ സർവം പ്രിയം ഭവതി. ആത്മാനന്ദത്തെ ആഗ്രഹിക്കുന്നത് കൊണ്ടാണ് എല്ലാറ്റിനെയും പ്രിയമായിട്ട് കരുതുന്നത് എന്നുള്ള വേദാന്തവാക്യവും വേണ്ടതുപോലെ സാക്ഷ്യം വഹിക്കുന്നു എന്നാണ് പറഞ്ഞത്. ഇനി 14-ാമത്തെ ശ്ലോകം. യഥാതരോർമൂലനിഷോചനേന ത്യപന്തി തൃപ്യന്തിതൽഖന്ധഭുജോപശാഖ പ്രാണോപഹാരാശ്രയതേന്ദ്രിയാണാം തഥൈവ സർവാർഹണമച്യുതേജ്യ. അതായത് വൃക്ഷത്തിൻ്റെ മൂലത്തിൽ നനയ്ക്കുന്നത് കൊണ്ട് അവയുടെ സ്കന്ധങ്ങൾ, ഭുജങ്ങൾ, ഉപശാഖകൾ എങ്ങനെ തൃപ്തിപ്പെടുന്നുവോ, പ്രാണങ്ങളെ സംതൃപ്തിപ്പെടുത്തുന്നത് കൊണ്ട് ഇന്ദ്രിയങ്ങൾക്ക് എങ്ങനെയോ അപ്രകാരം തന്നെ അച്യുത സേവ എല്ലാവരുടെയും പൂജയാകുന്നു. ച്യുതിരഹിതനായ ആളേനെ വേണം നമ്മൾ സംതൃപ്തിപ്പെടുത്താൻ. ച്യുതിരഹിതൻ എന്ന് പറഞ്ഞാൽ നശിക്കാത്തത് എന്നർത്ഥം. നാശമുള്ള ആൾക്കാരെ പൂജിച്ചിട്ട് യാതൊരു കാര്യമില്ല. ആത്മാവിനെ പൂജിക്കൂ, ആത്മാവിനെ അറിഞ്ഞു പൂജിക്കൂ, രക്ഷപ്പെടാം. അപ്പോൾ അതിൻ്റെ ഭാവാർത്ഥം, മരങ്ങളുടെ വേരിൽ വെള്ളം നനയ്ക്കുന്നത് കൊണ്ട് സ്കന്ധങ്ങൾ, കൊമ്പുകൾ, ഉപശാഖകൾ എന്നീ വിഭാഗങ്ങളിലെല്ലാം പല്ലവ പുഷ്പഫലാദികൾ ഉണ്ടാകുന്നു. പ്രാണതൃപ്തിയെ ജനിപ്പിക്കുന്ന ആഹാരങ്ങളെ സ്വീകരിക്കുന്നത് കൊണ്ട് തന്നെ സകലേന്ദ്രിയങ്ങൾക്കും പ്രവൃത്തിശക്തി ജനിക്കുന്നു. ഇതുപോലെ തന്നെ ഏതുകാലത്തും നാശരഹിതനായ ശ്രീഹരിയെ പൂജിക്കുന്നത് കൊണ്ട് സർവദേവന്മാരും പ്രസാദിക്കുന്നു. ദേവന്മാരുടെ മൂലം ശ്രീഹരിയാകയാൽ ശ്രീഹരിയെ പ്രസാദിപ്പിച്ചാൽ മാത്രമേ കർമ്മങ്ങൾക്ക് വിധിച്ച ഫലങ്ങൾ ലഭിക്കുകയുള്ളൂ. അതുകൊണ്ടാണ് ദേവന്മാരെ പ്രീതിപ്പെടുത്തിയിട്ട് കാര്യമില്ല, ഈശ്വരനെ പ്രീതിപ്പെടുത്തണം. ഈശ്വരനെ പ്രീതിപ്പെടുത്തിയാൽ ദേവന്മാർക്ക് പ്രീതിയായി. ഓരോ കൊമ്പുകളെ നനയ്ക്കുന്നത് കൊണ്ട് ഫലമില്ലെന്ന് മാത്രമല്ല, അത് സാധ്യവുമല്ല. ഓരോ ഇന്ദ്രിയങ്ങളെ പ്രത്യേകം പുഷ്ടിപ്പെടുത്തുവാൻ അന്നലേപനാദികൾ ചെയ്തിട്ട് ഫലമില്ല എന്നു മാത്രമല്ല, ആന്ത്യം, ബാധിര്യം മുതലായ ദോഷങ്ങൾ കൂടെ അത് നിമിത്തമുണ്ടാക്കും.
അതുപോലെ എല്ലാ ദേവന്മാരെയും തൃപ്തിപ്പെടുത്തുക എന്നത് സാധ്യമല്ല, ആവശ്യവുമില്ല. ശ്രീഹരിയെ മാത്രം പ്രസാദിപ്പിക്കണം. എന്നാൽ എല്ലാ ദേവതകളും പ്രസാദിക്കും, കർമ്മങ്ങളെല്ലാം ശോഭനങ്ങളായി ഭവിക്കുകയും ചെയ്യും. ഇപ്പോൾ പാമ്പുംകാവാണ് എൻ്റെ അമ്പലം. ഞാനത് നാഗക്ഷേത്രമാക്കി അപ്ഗ്രേഡ് ചെയ്തു. അവിടെ ബ്രഹ്മരക്ഷസ് തറയിലാണ് ഭാഗവത ഉപചാരമൂർത്തി, ദേവി ഭാഗവത ഉപചാരമൂർത്തി, ശിവപുരാണത്തിൻ്റെ ഉപചാരമൂർത്തി, പിന്നെ വേട്ടക്കരൻ പാട്ട് നടത്തിയ എന്താ പറയുക ഭഗവാന്റെ ചുരിക. ഇതിന് 4 ഞാൻ ഈ ബ്രഹ്മർഷൻ്റെ തറയിൽ ചരപ്രതിഷ്ഠയായിട്ട് വയ്ക്കുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് അതിന് അഭിഷേകവും പിന്നെ എന്താ പറയുക പുഷ്പം ഫലം തോയം പറഞ്ഞില്ലേ ഒക്കെ കൊടുത്ത് നിവേദ്യാദികൾ കൊടുത്ത് നമസ്കരിക്കും. ആ ഒരു പിടി മലരെടുത്തിട്ട് പുറത്ത് ഒരു തിണ്ണയിൽ വെതറും. വൈകുന്നേരം ഞാൻ വിളക്കോട്ടാകുമ്പോൾ ഒരൊറ്റ ഒന്നും ഉണ്ടാവില്ല. എല്ലാം ഇറുമ്പോ അണ്ണാറക്കണ്ണനോ കിളികളോ ഒന്ന് തിന്നുണ്ടാവും. അപ്പോൾ അവിടെ ഭൂതതയായി. അതാ ഞാൻ പറയാൻ കാരണം. അപ്പോൾ ഇവിടെ ഇനി എന്താ പറയേണ്ടത്? 15ാമത്തെ ശ്ലോകം. എങ്ങനെ? യഥൈവ സൂര്യാൽ പ്രഭവന്തി വാര പുനശ്ച തസ്മിൻ പ്രവിശന്തി കാലേ ഭൂതാനി ഭൂമോ സ്ഥിരജംഗമാനി തഥാ ഹരാവേവ ഗുണപ്രവാഹ. ജലം സൂര്യനിൽ നിന്ന് ഏതു വിധം ഉണ്ടാകുന്നു, പിന്നെയും കാലത്തിൽ അവനിൽ പ്രവേശിക്കുന്നു. സ്ഥിരങ്ങളും ചരങ്ങളുമായ ഭൂതങ്ങൾ ഭൂമിയിൽ ഏതു വിധമോ അപ്രകാരം ഗുണപ്രവാഹം ഹരിയിൽ ഉണ്ട് എന്നായി. അതായത് ഞാൻ ഭാവാർത്ഥം, വർഷക്കാലത്ത് സൂര്യനിൽ നിന്ന് ജലം പുറപ്പെടുന്നു. ഗ്രീഷ്മകാലത്തിൽ ആ ജലം ആവിരൂപേണ സൂര്യനെ പ്രവേശിക്കുകയും ചെയ്യുന്നു. സ്ഥിരങ്ങളും ചരങ്ങളുമായ സർവഭൂതങ്ങളും ഭൂമിയിൽ നിന്ന് ജനിക്കുന്നു, ഭൂമിയിൽ തന്നെ നിലനിൽക്കുന്നു. നാശകാലത്തിൽ ഭൂമിയിൽ തന്നെ ലയിക്കുകയും ചെയ്യുന്നു. ഇതുപോലെ സൃഷ്ട്യാദികാലത്തിൽ ശ്രീഹരിയിൽ നിന്ന് സർവവും ഉണ്ടാകുന്നു. സ്ഥിതി കാലഘട്ടത്തിൽ സർവാധാരഭൂതനായ ശ്രീഹരിയെ ആശ്രയിച്ച് നിലനിൽക്കുന്നു. സംഹാരകാലത്തിൽ സർവാധിഷ്ഠാനമായ ശ്രീഹരിയിൽ തന്നെ ലയിക്കുകയും ചെയ്യുന്നു. ഈ ഒരു പരിണാമം മനസ്സിലാക്കിയാൽ നമുക്ക് ശാന്തി സമാധാനം ഉണ്ടാവും. അടുത്തത് 16ാമത്തെ ശ്ലോകം. ഏതൽ പദം തജ്ജഗദാത്മന പരം സഹൃദ് വിഭാതം സവിദുര്യഥാ പ്രഭ യഥാസവോ ജാഗ്രതി സുപ്തശക്തയോ ദ്രവ്യക്രിയാജ്ഞാനവിദാ അഭ്രമാതൃയാം. അതായത് ഒരു സമയത്ത് പ്രകാശിക്കുന്നതായ ഇത് ഈ സൂര്യൻ്റെ പ്രഭ എന്ന പോലെ ജഗത്തിൻ്റെ ഉപദാനദ്രവ്യഭൂതനായ ഭഗവാന്റെ ഉത്കൃഷ്ട സ്ഥാനം തന്നെ ജാഗ്രത അവസ്ഥയിൽ ഉള്ള ഇന്ദ്രിയങ്ങൾ ലയിച്ചിരിക്കുന്ന ശക്തികളോടുകൂടിയവനെ എന്ന പോലെ യാതൊരുവനിൽ ദ്രവ്യങ്ങൾ, ക്രിയകൾ, ജ്ഞാനങ്ങൾ എന്നിവയുടെ ഭേദാത്മകമായ ഭ്രമത്തിൻ്റെ നാശം ഭവിക്കുന്നു എന്നാണ്. ഭ്രമം ഉണ്ടാവാൻ പാടില്ല. ഭ്രമം ഉണ്ടായാൽ നശിച്ചു നമ്മുടെ. ഇനി അതിൻ്റെ ഭാവാർത്ഥം പറയണോ? ഈശ്വരനാകുന്ന പരമകാരണത്തോടു കൂടിയ ഈ കാണപ്പെടുന്ന വിശ്വം ഈശ്വരനിൽ നിന്ന് വേറിട്ടതല്ല, ഈശ്വരൻ്റെ തന്നെയാണ്. സൃഷ്ടി സമയത്തിൽ ലോകരൂപേണ വിളങ്ങുന്നു, പ്രളയ സമയത്തിൽ ഈശ്വരനിൽ അടങ്ങുകയും ചെയ്യുന്നു. സൂര്യനിൽ നിന്ന് പുറപ്പെടുന്ന പ്രഭ സൂര്യനിൽ നിന്ന് അല്ലാത്തതുപോലെ വിശ്വവും ഈശ്വര ഭിന്നമല്ലെന്ന് പറയുന്നു എന്നാണ് പറഞ്ഞത്. അപ്പോൾ സർവം വിഷ്ണുമയം ജഗത് എന്ന വേദപ്രമാണം ജനങ്ങളെ ബോധിപ്പിക്കുന്നു. സർവം ബ്രഹ്മമയം, എല്ലാം ബ്രഹ്മത്തിൽ അടിസ്ഥാനമായിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ ഈ 31ാമത്തെ ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന അതിൽ 31 ശ്ലോകമേ ഉള്ളൂ കേട്ടോ. അതും വേണമല്ലോ പറയാം. അപ്പോൾ ഇപ്പോൾ നമ്മൾ 16ാമത്തെ ശ്ലോകത്തിൻ്റെ ഭാവാർത്ഥമാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ സർവം വിഷ്ണുമയം ജഗത്
എന്ന വേദപ്രമാണം ജനങ്ങളെ ബോധിപ്പിക്കുന്നു. ജാഗ്രതാവസ്ഥയിൽ പ്രവർത്തികളിൽ ഇന്ദ്രിയങ്ങൾ സുഷുപ്തിയിൽ അടങ്ങിയിരിക്കുന്നത് പോലെ വിശ്വം സൃഷ്ടികാലത്തിൽ വെളിപ്പെട്ടു കാണുകയും പ്രളയത്തിൽ ലയിക്കുകയും ചെയ്യുന്നു. പഞ്ചമഹാഭൂതങ്ങൾ, മാത്രങ്ങൾ എന്ന് പറയപ്പെടുന്ന ദ്രവ്യങ്ങൾ, ക്രിയാരൂപങ്ങളായി കാണപ്പെടുന്ന ഇന്ദ്രിയങ്ങൾ, ജ്ഞാനരൂപങ്ങളായി അനുഭവപ്പെടുന്ന ഇന്ദ്രിയാധിഷ്ഠാന ദേവതകൾ എന്ന ഭേദപ്രതീതി ഈശ്വരനിൽ ഇല്ലാത്തതുകൊണ്ട് ജഗൽരൂപനാകുന്നവെങ്കിലും നിർവികാരനായിട്ടിരിക്കുന്നു എന്നാണ് പറഞ്ഞത്. വികാരമില്ല അദ്ദേഹത്തിന്, വിചാരം മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇനി അടുത്തത് 17ാമത്തെ ശ്ലോകം. യഥാ നഭസ്യ ഭ്രതമ പ്രകാശ ഭവന്തി ഭൂപാന ഭവന്ത്യനുക്രമാത് ഏവം പരേ ബ്രഹ്മണി ശക്തയസ്തമോ രജസ്തമസത്വമിതി പ്രവാഹ. രാജാക്കന്മാരെ ഏതുവിധം ആകാശത്തിൽ അന്ധകാരം, പ്രകാശം എന്നിവ ക്രമത്തിൽ ഭവിക്കുന്നില്ലയോ, ഇപ്രകാരം പരബ്രഹ്മത്തിൽ രജസ്, തമസ്, സത്വം എന്ന ഈ ശക്തികളും പ്രവാഹവും ഭവിക്കുന്നില്ല. ഭവന്തി പറഞ്ഞാൽ ഭവിക്കണമുണ്ട്, ഭവിക്കണില്ലേ എന്ന് പറഞ്ഞു. ഇനി അതിൻ്റെ ഭാവാർത്ഥാണ് പറഞ്ഞത്. അസംഗോഹ്യം പുരുഷ, ഈ പരമപുരുഷൻ ഒന്നിലും സംഘമില്ലാത്തവനാകുന്നു എന്ന അർത്ഥമായ ശ്രുതിവാക്യത്തെ ശ്ലോകരൂപേണ നിബന്ധിച്ചുകൊണ്ട് ഈശ്വരൻ അസംഗനായതിനാൽ ലോകത്തിൻ്റെ ഉൽപ്പത്തിലയങ്ങൾ നിമിത്തം വികാരമുണ്ടാകുന്നില്ലെന്ന് മുമ്പേ പറഞ്ഞതിനെ തന്നെ ആകാശ ദൃഷ്ടാന്തത്തിൽ ഉറപ്പിക്കുന്നു. ആകാശത്തിൽ ചിലപ്പോൾ മേഘങ്ങളുടെ ചലനവും അന്ധകാരത്തിൻ്റെയും പ്രകാശത്തിൻ്റെയും വ്യാപ്തിയും ഉണ്ടാകാറുണ്ട്. എങ്കിലും ഇവയുടെ ചലനാദികൾ നിമിത്തം ആകാശത്തിൽ യാതൊരു മാലിന്യവും ബാധിക്കുന്നില്ല. അതുപോലെ പരബ്രഹ്മത്തിൽ രജോഗുണം, തമോ ഗുണം, സത്വഗുണം എന്ന ശക്തികളും ലോകത്തിൻ്റെ സൃഷ്ടി, സംഹാരം, സ്ഥിതി എന്നിവയും ആശ്രയിക്കുന്നുവെങ്കിലും അത് നിമിത്തം വികാരം സംഭവിക്കുന്നില്ല എന്ന് പറഞ്ഞു. പോയിന്റ് ടു പോയിന്റ് പറഞ്ഞ് മനസ്സിലാക്കുന്നുണ്ട്. ഇനി 18ാമത്തെ ശ്ലോകം. തേനൈകമാത്മനമശേഷദേഹിനാം കാലം പ്രധാനം പുരുഷം പരേഷം സ്വതേജസാദ്വസ്തഗുണപ്രവാഹ ആത്മൈകഭാവേന പജധ്വമഗ്ധ. അതായത് അതുകൊണ്ട് സകല ദേഹികളുടെ ഏകനായ ആത്മാവായും കാലമായും പ്രകൃതിയായും കർത്താവായും സകല നിയന്താവും സ്വതേജസ സ്വമഹിമയാൽ നശിപ്പിക്കപ്പെട്ട ഗുണപ്രവാഹത്തോടു കൂടിയവനായുമിരിക്കുന്ന അവനെ ആത്മീക ഭവേന ഏകാന്തഭാവത്തോടുകൂടെ ശുദ്ധമായി ഭജിക്കുമെന്ന് വേണം. സംശുദ്ധമായിട്ട് ഭജിക്കുക, അതിനും കാരണം വേറെ നമുക്കൊന്നും ചെയ്യാനില്ല. അപ്പം അതിൻ്റെ ഭാവാർത്ഥം പറയണു. സർവത്തിനും മൂലകാരണമായിരിക്കുന്ന ഹേതുവാൽ സകല ദേഹികളിലും ആത്മാവായും കാലസ്വരൂപേണ നിമിത്ത കാരണമായും പ്രകൃതിഭാവത്താൽ ഉപദാന കാരണമായും പുരുഷരൂപത്താൽ കർത്താവായും ഈശ്വരഭാവത്താൽ ബ്രഹ്മവാദികളുടെ നിയന്താവായുമിരിക്കുന്ന ഏകനായ ഈശ്വരൻ തന്നെ. എങ്കിലും ചിച്ഛക്തിയുടെ മഹിമയാൽ യാതൊരു വികാരവും കൂടാതെ സച്ചിദാനന്ദ സ്വരൂപനായിട്ടു തന്നെ നിത്യവും ഇരിക്കുന്നു. അപ്രകാരം ഇരിക്കുന്ന ശ്രീഹരിയെ തന്നെ സർവാത്മഭാവത്തോടുകൂടെ പരമാർത്ഥമായി ഭജിക്കുവാൻ, പരമാർത്ഥമായിട്ട് ഭജിക്കണം, നല്ല കാര്യം ഉള്ളൂ. അടുത്തത് 19ാമത്തെ ശ്ലോകം.
ദയയാ സർവഭൂതേഷു സന്തുഷ്ട്യായേന കേനവാ സർവേന്ദ്രിയോപശാന്ത്യാ ച തുഷ്ടത്യാശു ജനാർദ്ദന. അപ്പോൾ സംഗതി വശാൽ ഇവർ പറഞ്ഞ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ട് പരസ്പരം വിദ്വേഷമില്ലാത്ത രീതിയിൽ പെരുമാറണം എന്നാണ് പറഞ്ഞത്. സകല പ്രാണികളിലും ദയ കൊണ്ട് ഏതു വിധത്തിലായാലും സന്തോഷത്താലും സർവേന്ദ്രിയോപശാന്ത്യ സർവേന്ദ്രിയങ്ങളെ വിഷയങ്ങളിൽ നിന്ന് ഉപസംഹരിക്കുന്നത് കൊണ്ടും അവിദ്യയെ നശിപ്പിക്കുന്ന ഈശ്വരൻ വേഗം പ്രസാദിക്കും. കാരണം എന്താ? ഭഗവാൻ നിരാകാരനാണ്. അപ്പോൾ സ്ഥൂല ശരീരികളെ നമ്മൾ സേവിച്ചാൽ അതിൻ്റെ ഗുണം വളരെ പെട്ടെന്ന് കിട്ടുമെന്നാണ് പറഞ്ഞത്. ഇനി അതിൻ്റെ ഭാവാർത്ഥമാണ് പറഞ്ഞത്. സർവാത്മാവായ ഭഗവാൻ ഏതുവിധമായാൽ സന്തോഷിക്കും എന്നതിനെ ഉപദേശിക്കുന്നു. സർവപ്രാണികളിലും വസിക്കുന്ന ആത്മാവ് ഏകനാകയാൽ അവരിൽ എല്ലാ ദയമുണ്ടായിരിക്കുന്നത് കൊണ്ടും പ്രാരബ്ധാനുസരണം വന്നു ചേർന്ന ഫലങ്ങളിൽ അത് അതൃപ്തി കൂടാതെ സന്തോഷത്തോട് കൂടെ ഇരിക്കുന്നത് കൊണ്ടും വിഷയങ്ങളിൽ പ്രവേശിക്കുന്ന ഇന്ദ്രിയങ്ങളെ അവയിൽ ദോഷദർശനം നിമിത്തം ഉപസംഹരിക്കുന്നതുകൊണ്ടും ഭക്തന്മാരുടെ അവിദ്യയെ നശിപ്പിച്ച് ആത്മാനന്ദത്തെ പ്രകാശിപ്പിച്ച് ആത്മാനന്ദത്തെ പ്രകാശിപ്പിച്ച് പരമപുരുഷാർത്ഥത്തെ, അതായത് മോക്ഷത്തെ നേടാൻ സാധിക്കട്ടെ എന്നാണ് പറഞ്ഞത്. അപ്പോൾ നൽകുന്ന ജനാർദ്ദനൻ ശ്രീഹരി അതിവേഗത്തിൽ പ്രസന്നനാകും എന്ന് പറഞ്ഞു. ഇനി 20ാമത്തെ ശ്ലോകം. അപഹത സകലേഷണാം മലാത്മ ആത്മന്യ വിരതമേധിത ഭാവനോപഹൂത നിജജനവശകത്വാം ആത്മന അയം നസരതീ ഛിദ്രവാദ് അക്ഷരസദാം ഹി. അതായത് നിരസ്തങ്ങളായിരിക്കുന്ന സകലേഷണകൾ നിമിത്തം പരിശുദ്ധമായ സത്തുക്കളുടെ ആത്മാവിൽ നിത്യവും ഏതിധ ഭാവനോഹുത വർദ്ധിച്ച ഭക്തിയാൽ സന്നിധാനം ചെയ്യപ്പെട്ട നാശരഹിതൻ ഹൃദയാവകാശം പോലെ നിജജന വശകതം നിജജനങ്ങൾക്ക് അധീനനാണെന്നുള്ള ഭാവത്തെ അവൻ പ്രാപിച്ചവനായിട്ട് ആത്മാവിൽ നിന്ന് പിരിയുന്നില്ല എന്ന് പറഞ്ഞു. ഇനി അതിൻ്റെ ഭാവാർത്ഥം പറഞ്ഞിട്ട് നിർത്താം നമുക്ക്. ഭാവാർത്ഥം എന്താ? ഭഗവാൻ പ്രസാദിച്ചാലുള്ള ഫലത്തെ കൈമുക്ത്യനായേന ബോധിപ്പിച്ചിരിക്കുന്നു. ലോകവാസന, അർത്ഥപുത്ര ആദി ഭാവങ്ങളിലുള്ള താൽപ്പര്യം മുതലായ ദോഷങ്ങളുടെ നിശേഷനാശം നിമിത്തം സുപ്രസന്നമായ സജ്ജനാന്തകരണത്തിൽ അവരുടെ നിരന്തര ഭക്തിഭാവം നിമിത്തം നിത്യവും സാന്നിധ്യം ചെയ്തിരിക്കുന്ന ശ്രീ ഭഗവാൻ സകലൈശ്വര്യ പരിപൂർണൻ. ഹൃദയാകാശം എങ്ങനെ ഹൃദയത്തെ തന്നെ ആശ്രയിച്ചു കൊണ്ടിരിക്കുന്നുവോ അതുപോലെ ഭക്തഹൃദയത്തെ തന്നെ ആശ്രയിച്ചിരിക്കും. ആ സ്ഥാനം വിട്ടുപോകുകയില്ല. ഉറങ്ങിയിരിക്കുന്നത് കൊണ്ട് താൻ ഭക്തജനങ്ങൾക്ക് അധീനനാണെന്ന് ഭഗവാൻ ഭക്തന്മാരെ ധരിപ്പിക്കുന്നു. ആത്മാവിനെ തന്നെ അവർക്ക് ആയി ഈ വിധം നൽകുന്ന ഭക്തവത്സലൻ പിന്നെ എന്തൊന്നിനെയാണ് നൽകാതിരിക്കുക? കിം ദുർലഭം ഭഗവതി പ്രസന്നോ ശ്രീനികേതന. ഭഗവാൻ ശ്രീപതി പ്രസാദിച്ചു കഴിഞ്ഞാൽ അലഭ്യമായ വസ്തു പിന്നെ എന്താണുള്ളത് എന്നാണ് ഭക്തജനാനുഭാവം എന്ന് പറഞ്ഞു. അവിടെ നിർത്താം. ഏവർക്കും ശ്രീഹരിയുടെ അനുഗ്രഹാശിസ്സുകൾ നിർലോഭമുണ്ടാവട്ടെ എന്ന് സ്മരിക്കുകയും കൂടെ ഓരോരുത്തരുടെയും അറിഞ്ഞും അറിയാതെയുമുള്ള കർമ്മങ്ങളെ പറ്റിയുള്ള അഭിപ്രായങ്ങൾ ഇപ്പോൾ ഇവിടെ
ഭഗവാനെ പ്രീതിപ്പെടുത്തിയാൽ മാത്രമേ ഈശ്വരീയമായ കാര്യങ്ങൾ സംതൃപ്താവൂ എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഇനിയിപ്പോൾ നമ്മൾക്ക് അടുത്ത അധ്യായത്തിലും ഇതിൻ്റെ ബാക്കിയുണ്ട്. അതോടുകൂടി ഈ എന്താ പറയുക, ഈ ഒരു അധ്യായം 4-ാമത്തെ സ്കന്ധത്തിൽ 31-ാമത്തെ അത് കഴിയും. അപ്പോൾ അത് അടുത്ത എപ്പിസോഡിൽ ഏവർക്കും ലോകാ സമസ്ത സുഖിനോ ഭവന്തു ആയിരിക്കട്ടെ പ്രാർത്ഥന എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വാക്കുകൾ ഉപസംഹരിക്കുന്നു. നമസ്കാരം. നാളെ കാണാം.